ഡയറ്റിലിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കിയാലോ? മൈദയോ പഞ്ചസാരയോ ഒന്നും ഉപയോഗിക്കാണ്ട്, അതും ഓട്സും കൊണ്ട്. ഇതെങ്ങനെ അൺഹെൽത്തി ഒന്നുമല്ല, 30 ഗ്രാം പ്രോട്ടീൻ വരുന്ന ഈ കേക്ക് 0 ഷുഗർ യൂസ് ചെയ്തുള്ളൊരു ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക്. അപ്പൊ ഇതിന്റെ റെസിപ്പി നോക്കിയാലോ? ഒരു പാത്രത്തിലേക്ക് 50 ഗ്രാം ബട്ടറും ഇന്ത്യൻ നേറ്റീവ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഓർഗാനിക് ഡാർക്ക് ചോക്ലേറ്റ്, കൊക്കോ പൗഡർ, അവരുടെ ഓർഗാനിക് ഹണിയുമാണ് ഈ ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത്. ആ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ബട്ടറിലേക്ക് ഇട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ച് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ടെക്സ്ചറിലാവും. അതിന്റെ ടെമ്പറേച്ചർ ഒന്ന് കുറയാൻ വേണ്ടി അത് മാറ്റി വെച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 30 ഗ്രാം ഹണി ചേർക്കുക. അത് രണ്ടും നന്നായി മിക്സ് ചെയ്തതിനു ശേഷം 1-2 തുള്ളി വാനില എസൻസ് ചേർക്കുക. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഡാർക്ക് ചോക്ലേറ്റും ബട്ടർ മിക്സും അതിലേക്ക് നേരെ ഒഴിക്കുക. ഇതെല്ലാം മിക്സ് ചെയ്തതോടെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് തീർന്നു. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 20 ഗ്രാം കൊക്കോ പൗഡർ, 50 ഗ്രാം ഓട്സ് പൊടിച്ചത്, പിന്നെ 30 ഗ്രാം വേ പ്രോട്ടീൻ. ഇതെല്ലാം ഒരു അരിപ്പ് ഉപയോഗിച്ച് ആ മിക്സറിലോട്ട് അരിച്ചു ചേർത്തതിനു ശേഷം ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ഒരു 10 ഗ്രാം ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് നേരെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എയർ ഫ്രയറിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു ഡിഷിന്റെ കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ. ഓഫീസിൽ പോകുന്നതിന് മുമ്പേ ബാക്കിയെല്ലാം മീൽ പ്രിപ്പയർ ചെയ്ത് അത് പാക്ക് ചെയ്ത് നമുക്ക് നേരെ ഓഫീസിലേക്ക് പോകാം. എന്റെ ഡയറ്റിന് 220 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ വേണം. അത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് 220 ഗ്രാം അളന്ന് എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലും ആകൃതിയിലും ഈ സ്വീറ്റ് പൊട്ടറ്റോ കട്ട് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ എയർ ഫ്രയറിൽ നിന്ന് സൗണ്ട് വന്നു, ദേ അവൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കേക്ക് ഉണ്ടാക്കിയാലും ബ്രൗണി ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും നേരെ എടുത്ത് കട്ട് ചെയ്ത് അതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അവൻ അവിടെ ഇരുന്ന് തണുക്കട്ടെ. നമ്മുടെ ആ പൊട്ടറ്റോയിൽ നമുക്ക് ഇഷ്ടമുള്ള മസാലകൾ ഇടാം. ഞാൻ കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടിയും ഉപ്പും ഇട്ടു. ഇതിന് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഇതൊന്നും ഇല്ലേലും നന്നായിട്ട് തന്നെ വരുള്ളൂ. അവനെ ആ മസാലയിൽ ഒന്ന് തട്ടിക്കൂട്ടിയിട്ടിട്ട് ഹീറ്റ് ഓൾറെഡി ആയിരിക്കുന്ന എയർ ഫ്രയറിൽ തന്നെ ഞാനൊരു 20 മിനിറ്റ് പിന്നെയും വെച്ചു. ഇനി നമ്മുടെ കേക്കിന്റെ കാര്യത്തിൽ ചെറിയൊരു ഇൻപുട്ടും കൂടെ. നമ്മൾ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചാൽ കേക്ക് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും നമ്മുടെ കാലറി കൂടുതൽ വന്നാൽ നമുക്ക് വണ്ണം വെക്കുക തന്നെ ചെയ്യും. അപ്പൊ അടുക്കളയിലെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. മീലെല്ലാം പ്രിപ്പയർ ചെയ്ത് നമുക്ക് നേരെ ഓഫീസിലേക്ക് പോകാം. ഓഫീസിൽ എത്തിയപ്പോഴാട്ടെ ഇന്നലെ വിഷു പ്രമാണിച്ച് ആരും അങ്ങനെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് ഓഫീസിൽ. ഇന്ന് എന്നത്തെ പോലെയും സാധാരണ ഒരു ദിവസം പോലെ പോയി. ചൂട് കാരണം ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഒന്നും സംഭവിച്ചൊന്നുമില്ല. എന്നത്തെ പോലെയും പ്രീ വർക്കൗട്ടും കഴിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് പോയി. ഇന്ന് ഡേ 35 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ബാക്കും ബൈസെപ്സും ഫോക്കസ് ചെയ്തുള്ള റബ്ബർ ബോഡി വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നോട്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് സാറപ്സ് ക്യാപ്ഷൻസിലുണ്ട്. വീൽസ് കാണുന്ന